ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഇൻറ്റീജേഴ്സിന്റെ ബാക്കി ഭാഗങ്ങളാണ്. മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ പോവാണ്. ഇൻറ്റീജേഴ്സ് എന്നാണ് നെഗറ്റീവ്, പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് സീറോ. ഇത് ചേർന്നല്ല ഇൻറ്റീജേഴ്സ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾ മറന്നു പോകല എന്താണ് ഇൻറ്റീജേഴ്സ് എന്നുള്ളത്. ഓക്കെ, അതിനകത്ത് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഇൻറ്റീജേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അതിന് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. -5 + -5 + -5. 3 -5നെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഞാൻ അത് നിങ്ങൾ ചെയ്യേണ്ട ഇതൊന്നുമല്ല, ഇതെങ്ങനെ കിട്ടി എന്നറിയാൻ ഞാനത് നമ്പർ ലൈനിൽ ഒന്ന് കാണിക്കുവാണ്. ഇത് നെഗറ്റീവ്സിന്റെ മാത്രമുള്ള നമ്പർ ലൈനാണ് വരച്ചേക്കുന്നത്. 5 വീതമുള്ള നമ്പർ ലൈൻ കേട്ടോ. അപ്പം 3 -5 ആഡ് ചെയ്യാൻ പോണേ. ഒന്നാമത്തെ -5ൻ്റെ കൂടെ -5 കൂട്ടി, പിന്നെ ഒരു -5 യൂണിറ്റ് കൂടുമ്പം -10, പിന്നെ ഒരു 5 യൂണിറ്റ് കൂട്ടുമ്പം എത്ര കിട്ടും ആൻസർ? നമുക്കറിയാം ഇത് മൈനസ്. അപ്പം നിങ്ങൾക്ക് ആൻസർ ഇപ്പം എന്നാന്ന് കിട്ടി? -15 ആണെന്ന് കിട്ടി. നമുക്കിപ്പോൾ ഇതുപോലെ ആഡ് ചെയ്യാൻ, ഇപ്പോൾ കുറേ സംഖ്യകൾ ആഡ് ചെയ്യാൻ തന്നാൽ നമ്മൾ സെയിം സംഖ്യകളാണെങ്കിൽ നോക്കിയേ 2 + 2 + 2 + 2 + ഇപ്പോൾ 5 എണ്ണം ഉണ്ട്. അപ്പം നമ്മൾ ഇതിങ്ങനെ ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? എളുപ്പവഴി എന്തായിരുന്നു? നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കും. 2 5 × 2 ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. അല്ലെ, 2നെ 5 പ്രാവശ്യം ആഡ് ചെയ്താൽ 10 ആണ്. അപ്പം നമുക്ക് അഡീഷൻ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാറുണ്ട്. സെയിം നമ്പേഴ്സിന് കേട്ടോ. ഇവിടെ 2 + 3 + 5 ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സംഖ്യ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെയിം നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ, കുറെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ആ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പം അതേപോലെ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ എത്ര -5 ഉണ്ട്? 3 × എന്നാണ് -5. 3 × -5 എന്ന് ഓർത്തോണം. ഇവിടെ 3യുടെ വാല്യൂ എന്നാണ്? സോറി, 3യുടെ സൈൻ എന്നാണ്? ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്നാ നമുക്ക് അതിനെ പറഞ്ഞിരിക്കുന്നത്? പ്ലസ്. ഇതിന് ഓൾറെഡി മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ പ്ലസും മൈനസും ഒന്നും ശ്രദ്ധിക്കേണ്ട, നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 15 ആണോ? എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി നോക്കുക, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് സൈനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്നാ വരും ആൻസർ? നെഗറ്റീവ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. നെഗറ്റീവ് വന്നിട്ട് നെഗറ്റീവ് ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുക, നെഗറ്റീവ്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ, ഇതിന്റെ ആൻസർ എന്നായിരിക്കും? -15 അല്ലെ -15 എന്ന് പറയാം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഞാൻ 2-3 എക്സാമ്പിൾസ് പറയാവേ. 4 × -8 6 × -5 2 × -9 ഒരെണ്ണം, 3 × -7. ഓക്കെ, ഇതെല്ലാം നമ്മൾ എങ്ങനെ ചെയ്യും? സെയിം മെത്തേഡാണ്. ഒരു പോസിറ്റീവ് വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ വെറുതെ മൾട്ടിപ്ലൈ ചെയ്യുക. 32 സൈൻ മൈനസ്, പ്ലസും മൈനസും വന്നിട്ട് മൈനസ്. ഇത് 30 18 21 കണ്ടോ? പ്ലസ് മൈനസ്. അപ്പൊ പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. +2 -10 പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. 3 × -7 -21. സിമ്പിൾ അല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇനിയും ഇപ്പൊ നമുക്ക് ഈ കേസിലെല്ലാം സെക്കൻഡ് പ്ലേസിലുള്ള വാല്യൂസിനാണ് എന്ത് വന്നത്? നെഗറ്റീവ് സൈൻ വന്നത്. തിരിച്ചു വന്നാൽ ഇത് തിരിച്ചിടാൻ പോവാണ്. -4 × 8 ആണ് നിങ്ങൾ ചെയ്യുന്നത്. എല്ലാം തിരിച്ചു നോക്കിയേ. -6 × 5 -2 × 9. ഈ സെയിം സാധനം തന്നെ ഞാൻ എഴുതുവാണ്. മൈനസ് സൈന് അപ്പുറത്തോട്ട് കൊടുത്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 പിന്നെ 30 18 21 ആണല്ലോ. ഇതൊന്ന് നോക്കുക, മൈനസ് പ്ലസ്. ഇനി പ്ലസും മൈനസും എവിടെ വന്നാൽ ഫസ്റ്റിലെ സംഖ്യക്കാണ്, ഫസ്റ്റ് പൊസിഷനിലാണ് മൈനസ് കിടക്കുന്നത്, അല്ലെ സെക്കൻഡ് പൊസിഷനിലാണ് മൈനസ് കിടക്കുന്നത്. ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല മക്കളെ. എന്ത് നോക്കിയാൽ മതി? വാല്യൂസ് ഒരു പ്ലസ് ഒരു മൈനസും ആണെന്ന് മാത്രം നോക്കുക. ഒരു പ്ലസും മൈനസും ആണ്, നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ ആൻസർ ഈസ് മൈനസ്. അപ്പൊ ഇവിടെ എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ്. -30 -80 -21. എളുപ്പമല്ലേ? ഓക്കെ, ഞാൻ കുറച്ച് എക്സാമ്പിൾസ്, ഇത് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിടുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ ക്വസ്റ്റ്യൻ തരുമ്പോഴല്ല, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ആദ്യം വേറൊന്നല്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ട്രൈ ദീസ് ആണ്. എനിക്ക് തോന്നുന്നില്ല ആരും ഈ ട്രൈ ദീസ് ചെയ്യുമെന്ന്. നിങ്ങൾ അതങ്ങനെ തന്നെ ഇട്ടേക്കാണ്.
ഇപ്പോഴും എല്ലാവരും നമുക്ക് ചെയ്യാം, കൂടുതൽ പ്രാക്ടീസ് ആകട്ടെ കേട്ടോ. ഞാൻ ആ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു മക്കളെ. 6 into -90, 12 into -32, 7 into -22, 15 into -16, എഴുതാൻ ബാക്കിയേ, 21 into -32, -42 into 12, and -55 into -12. ഇത്രയും നമ്പേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളിത് ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ തന്നില്ലേ, നിങ്ങൾ അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതി എടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്യുക, എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആണ്, നിങ്ങൾക്ക് ഒരാവശ്യമില്ല. 6 into 19 എത്രയായിരിക്കും? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണേ. 114, ഒരു പ്ലസ് ഒരു മൈനസ്, ആൻസർ ഈസ് മൈനസ്. കറക്റ്റ്. ഇനി 12 into 32 എത്രയായിരിക്കും വരുന്നത്? 384. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം നിങ്ങൾ. ഞാനിവിടെ ആൻസർ എഴുതിയിട്ടിരിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമ്മുടെ സമയം ഒത്തിരി പോകത്തില്ല, അതുകൊണ്ടാട്ടോ ഞാനിത് മൾട്ടിപ്ലൈ ഇവിടെ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. 12 into -32, അപ്പോൾ പ്ലസ് മൈനസ്, ആൻസർ ഈസ് നെഗറ്റീവ്. എളുപ്പമായില്ലേ മക്കളെ? എളുപ്പമായി. നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. ഓക്കെ, മടി പിടിക്കല്ലേ. 27 into -22 എത്രയാണ്? 22 7 കൂടെ 154, പ്ലസ് മൈനസ്, ആൻസർ ഈസ് മൈനസ്. ശരിയല്ലേ? ഓക്കെ, അടുത്ത 15 into 16, 240 ആണ് മക്കളെ ആൻസർ. ആൻസർ ഈസ് നെഗറ്റീവ്. നിങ്ങൾക്ക് അറിയാം, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അറിയാം. പക്ഷേ എൻ്റെ ഒരു ഞാൻ കാര്യം പറയാവേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. എവിടെയെങ്കിലും നമ്മുടെ ശ്രദ്ധ മാറിപ്പോയാൽ ആൻസർ തെറ്റും. അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഇത് 672 ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചെയ്യും. 672 ഇത് എത്ര വരും? പ്ലസും മൈനസും വന്ന ആൻസർ ഈസ് മൈനസ്. ഇനി 42 into 12 എത്രയാണെന്ന് അറിയാമോ? 504 ആണ്. അപ്പം പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ വന്ന ആൻസർ ഈസ് നെഗറ്റീവ്. മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. ഇനി 55 into 12 ആണ്. 660 ആൻസർ. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വാല്യൂസ്, ആൻസർ ഈസ് നെഗറ്റീവ്. എളുപ്പമല്ലേ? ഇപ്പൊ പഠിച്ചില്ലേ? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ആൻസർ നെഗറ്റീവ്. വെറുതെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആൻസർ എന്ത് ഇട്ട് കൊടുക്കുക? നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ മക്കളെ? എളുപ്പമല്ലേ? ഇത് ഇപ്പോഴേ പഠിച്ചു വെക്കുക. കാരണം ഇനി നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ഇതുകൂടെ അപ്ലൈ ചെയ്യണ്ട. അപ്പൊ അന്നേരം പ്ലസും മൈനസും വന്നാൽ എന്താന്ന് ആലോചിച്ചിരുന്നിട്ട് പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ ഇത് പഠിച്ചു പോവുക. പോസിറ്റീവും നെഗറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് നെഗറ്റീവ്. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ അല്ലേ? ഇതും ഓർത്തിരിക്കാൻ ട്രിക്ക് ഉണ്ട്, ഞാൻ പറയട്ടെ. നമ്മൾ ഈ അഡീഷന്റെ ഒക്കെ വന്നപ്പോഴത്തേക്കും പ്ലസും മൈനസും ഓർക്കുന്നുണ്ടോ? പ്ലസ് മൈനസ്, 2 പ്ലസ് 2 മൈനസ്, ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ പഠിച്ചു. ഓർക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. 2 പ്ലസ് 2 മൈനസ്, കാൽക്കുലേഷൻ അഡീഷൻ. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, 2 പ്ലസും 2 മൈനസും വന്ന കാൽക്കുലേഷൻ അഡീഷൻ ആണ്. പക്ഷെ സൈൻ 2 പ്ലസ് വന്നാൽ പ്ലസ് ആയി, 2 മൈനസ് വന്നാൽ മൈനസ് ആയി. ഒരു പ്ലസും മൈനസും വരുമ്പോൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം. എന്താണ്? സബ്ട്രാക്ട് ചെയ്യുകയും വേണം, ലാർജർ സൈന് ഇട്ട് കൊടുക്കുകയും വേണം. അപ്പൊ ഒരേപോലെ വരുമ്പോൾ സെയിം ആയിട്ടുണ്ടോ? 2 പ്ലസ് 2 മൈനസ് വന്നാൽ സെയിം ആൻസർ തന്നെയാണ് വരുന്നത്, അതായത് സെയിം സൈൻ തന്നെ വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള 2 എണ്ണം വന്നു കഴിഞ്ഞാൽ, എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ, അതായത് പ്ലസും മൈനസും രണ്ടും 2 ആണ് വരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ സൈൻ എന്തായിട്ടുള്ളൂ? നെഗറ്റീവ്. ഇനിയിപ്പോൾ നമ്മൾ 2 നെഗറ്റീവ് പഠിക്കും, 2 പോസിറ്റീവ് വന്നാൽ നിൽക്കറിയാം. 2 പോസിറ്റീവ് സംഖ്യയുള്ള മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എന്നാ സൈൻ? പ്ലസ് തന്നെ. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, കൂടുതലൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഇത്രയും ഓർക്കുക. 2 നെഗറ്റീവ് അല്ല, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നാൽ ആൻസർ ഈസ് നെഗറ്റീവ്. പഠിച്ചില്ലേ മക്കളെ? ഓക്കെ മക്കളെ, എങ്ങനെയുണ്ട്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? കൂട്ടുകാരോട് പറയാം കേട്ടോ, സബ്സ്ക്രിപ്ഷൻ കുറവാണ് മക്കളെ, ഒന്ന് ചെയ്തതാ, സപ്പോർട്ട് ചെയ്യേ. താങ്ക് യു.